സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പുതിയ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് വേണമെന്ന ഗോത്രവർഗ ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ഇതോടെ പരിഹരിക്കപ്പെട്ടത്. മുൻപ് കിലോമീറ്ററുകൾ മാറി ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിലായിരുന്നു ഓഫീസിന്റെ പ്രവർത്തനം. ഇതുമൂലം ഇടമലക്കുടിയിലെ ജനത സർക്കാർതല ആവശ്യങ്ങൾക്കായി വലിയ ദുരിതയാത്രയാണ് നയിച്ചിരുന്നത്. ആലമുടി സംരക്ഷിത വനമേഖലയിലെ 24 സെറ്റിൽമെന്റുകളിലായി താമസിക്കുന്ന മുതുവാൻ ഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാരെ ഉൾപ്പെടുത്തി 2010 നവംബർ 1 ഇടമലക്കുടിയെ സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. മുമ്പ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമായിരുന്നു ഇടമലക്കുടി. വനപാതകളിലൂടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ മൂന്നാറിലെത്തുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ഇടമലക്കുടിയെ ഗോത്രവർഗ പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. എന്നിരുന്നാലും ദേവികുളത്തായിരുന്നു പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം. ദുർഘടമായ കാനനപാത താണ്ടിയുള്ള ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്തണമെന്ന ആവശ്യം ഇതിന് പിന്നാലെ ഇവർ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇടമലക്കുടിയിൽ പുതിയ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത്. മന്ത്രി എം പി രാജേഷ് പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 15 കൊല്ലത്തിന് ശേഷം ഇതുവരെ ഇടമലക്കുടിയുടെ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചത് ഇടമലക്കുടിയിലായിരുന്നില്ല, ദേവികുളത്തായിരുന്നു. ഇന്ന് മുതൽ ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തിക്കും. അല്ലെ സെക്രട്ടറി? ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സാധാരണ ഇതുപോലെയൊക്കെയുള്ള സ്ഥലത്ത് എനിക്ക് അട്ടപ്പാടിയുടെ അനുഭവം ഉണ്ട്. ഒരാൾ വന്നു പെട്ടാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷെ ഇവരിവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുന്നു. അവരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, വെറൊരു ഓഫീസ് ഉണ്ടായി എന്നുള്ളതല്ല ഇന്നത്തെ പ്രത്യേകത. ഇടമലക്കുടിയും സ്മാർട്ടായി ഇന്നത്തോടുകൂടി. കെ സ്മാർട്ടിലൂടെ ആദ്യ സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. കാട്ടാനശല്യം ഒഴിവാക്കാൻ പഞ്ചായത്ത് ഓഫീസിന് ചുറ്റും ഡ്രഞ്ച് നിർമ്മിച്ചിട്ടുണ്ട്. നിലവിൽ വനിതകൾ ഉൾപ്പെടെ 13 ജീവനക്കാരാണ് പഞ്ചായത്ത് ഓഫീസിലുള്ളത്. ഇവർക്ക് വേണ്ട താമസ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനം, ഇടുക്കി.